ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ വോയിസ് ഓഡിബിൾ അല്ലേ? ഓടിക്കുള്ളതാണ്. ഓക്കെ. നമുക്കൊരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം ട്ടോ. ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും കഴിഞ്ഞ സെഷനിൽ ഉണ്ടായിരുന്നവരാണോ? കഴിഞ്ഞ സെഷനിൽ ഇല്ലാത്തവരുണ്ടോ? ഓക്കെ, എല്ലാവരും ഉള്ളവരാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതെ നമുക്കപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് സെഷൻ മിസ്സായി അഭിജിത്ത്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ലാസ്റ്റ് സെഷനിൽ അതിന്റെ റെക്കോർഡിംഗ് അവൈലബിൾ അല്ല. നമുക്കൊരു ചെറിയ ക്ലൗഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന്റെ റെക്കോർഡിംഗ് മിസ്സായി പോയി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ആ ലാസ്റ്റ് ക്ലാസ് ഒന്ന് പെട്ടെന്ന് ആ, ഓടിച്ച് പറയാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. അപ്പൊ ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വിസിബിൾ ആണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണോ എല്ലാവർക്കും? ആ ബ്രോ വിസിബിൾ ആണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സംസാരിച്ചത് ഇത്രയും കാര്യങ്ങളാണ്. ഇൻട്രൊഡക്ഷൻ ടു ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് ആയിരുന്നു നമുക്ക് ലാസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നമ്മൾ എന്താണ് ട്രേഡിംഗ്, ട്രേഡിംഗ് എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് സെഷൻ മുതലേ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് വീണ്ടും പറയുന്നില്ല. പിന്നെ ടൈപ്പ് ഓഫ് മാർക്കറ്റ്സും നമ്മൾ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ടൈപ്പ് മാർക്കറ്റ് ഉണ്ട്, എന്തനുസരിച്ചിട്ടാണ് ഓരോന്നിനും ഓരോ പേര് കിട്ടിയിരിക്കുന്നത്. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ഫോറക്സ് ഉണ്ട്, ക്രിപ്റ്റോ ഉണ്ട്, കമ്മോഡിറ്റി ഉണ്ട്. ഇതിലൊക്കെ ട്രേഡ് ചെയ്യുന്ന അസറ്റിൽ വരുന്ന ചേഞ്ചിനനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു അസറ്റിലാണോ ട്രേഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് ഇവർക്കൊക്കെ ഈ പേര് കിട്ടുന്നത്. ഇപ്പൊ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നവരെ സ്റ്റോക്ക് ട്രേഡേഴ്സ് എന്നും, അല്ലെങ്കിൽ ഫോറക്സിൽ കറൻസി പേയേഴ്സിൽ ട്രേഡ് ചെയ്യുന്നവരെ കറൻസി ഫോറക്സ് ട്രേഡേഴ്സ് എന്നും, അതുപോലെ കമ്മോഡിറ്റീസ് ആയിട്ടുള്ള US ഓയിൽ, ക്രൂഡ്, അതുപോലെ വീറ്റ്, സിൽവർ, അങ്ങനത്തെ കമ്മോഡിറ്റീസിൽ ട്രേഡ് ചെയ്യുന്നവരെ കമ്മോഡിറ്റി ട്രേഡേഴ്സ് എന്നും, ക്രിപ്റ്റോ കറൻസികളിൽ ട്രേഡ് ചെയ്യുന്നവരെ ക്രിപ്റ്റോ ട്രേഡേഴ്സ് എന്നാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ
നമ്മൾ ഏതൊരു അസറ്റിലാണോ ട്രേഡ് ചെയ്യണത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഏതൊരു ട്രേഡർ ആണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് ട്രേഡർ ആണോ, ഫോറക്സ് ആണോ, കമ്മോഡിറ്റി ട്രേഡർ ആണോ, ക്രിപ്റ്റോ ട്രേഡർ ആണോ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റ്, ഏറ്റവും മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ്സ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ ഇമ്പോർട്ടന്റ് കാര്യം, നമ്മൾ ആസ് എ ട്രേഡർ നമുക്ക് രണ്ട് ടൈപ്പ് അനാലിസിസ് ആണ് നമുക്ക് ഏതൊരു മാർക്കറ്റിൽ ചെന്നാലും കാണാൻ സാധിക്കുക. ഒന്ന് ഫണ്ടമെന്റൽ അനാലിസിസ്, മറ്റൊന്ന് ടെക്നിക്കൽ അനാലിസിസ്. ഈ ഒരു ട്രേഡറിനെ സംബന്ധിച്ച് ഫണ്ടമെന്റൽ അനാലിസിസ് അത്ര തന്നെ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ കൂടുതലായിട്ട് നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഫണ്ടമെന്റൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവർ, അത് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സ് ആണ് കൂടുതലായിട്ട് അത് യൂസ് ചെയ്യുക. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു അനാലിസിസ് ആണ് ടെക്നിക്കൽ അനാലിസിസ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ടെക്നിക്കൽ അനാലിസിസ്, വിവിധ തരത്തിലുള്ള ടെക്നിക്കൽ ടൂളുകൾ, ടെക്നിക്കൽ അനാലിസിസ്. ഇതൊക്കെ കുറച്ച് ബേസിക് മാത്തമാറ്റിക്സും അതുപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതൊക്കെ ഉള്ളത്. ഈ ടെക്നിക്കൽ ടൂൾസ് ആയാലും ടെക്നിക്കൽ അനാലിസിസ് ആയാലും എല്ലാം തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. യാതൊരു വിധത്തിലുള്ള ടഫ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതിലില്ല. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, ഇനി മുതലുള്ള ക്ലാസ്സുകളിൽ ഇപ്പം ഇന്ന് മുതൽ നമ്മൾ സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ അനാലിസിസിലേക്കാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ടെക്നിക്കൽ അനാലിസിസ് ആവും മാർക്കറ്റിൽ വർക്ക് ആവുക. ഇപ്പൊ എനിക്ക് വർക്കാവുന്ന ഒരു കാര്യമല്ല മറ്റൊരാൾക്ക് വർക്കാവുക, അയാൾക്ക് വർക്കാവുന്ന ഒരു കാര്യമല്ല മറ്റൊരാൾക്ക് വർക്കാവുക. അപ്പോൾ ഓരോരുത്തരുടെയും വ്യൂ അനുസരിച്ച് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കൽ അനാലിസിസുകൾ അല്ലെങ്കിൽ ടെക്നിക്കൽ ടൂളുകൾ വ്യത്യസ്തപ്പെട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ ടൂൾസ് മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടൂൾസ് വരെ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് വരെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ അത്രയും അതാണ് ടെക്നിക്കൽ അനാലിസിസ്. നമ്മൾ വളരെ ഡീപ്പായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നില്ല, ജസ്റ്റ് ടെക്നിക്കൽ അനാലിസിസ് അതാണെന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്തത് മാർക്കറ്റ് അനാലിസിസ് ആണ്. മാർക്കറ്റ് അനാലിസിസിൽ നമുക്ക് അറിയേണ്ടത് ട്രെൻഡുകളാണ്. ഓക്കെ, ട്രെൻഡ് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ഏതൊരു മാർക്കറ്റ് എടുത്താലും അവിടെ മൂന്ന് ടൈപ്പ് ട്രെൻഡുകളാണ് വരുന്നത്. ഒന്ന് അപ് ട്രെൻഡ്, ഒന്ന് ഡൗൺ ട്രെൻഡ്, മറ്റൊന്ന് സൈഡ് വൈസ് ട്രെൻഡ്. ഈ കാണുന്നതാണ് നമ്മുടെ അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് ഇത്തരത്തിൽ നമ്മുടെ അസറ്റിന്റെ പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ട്രെൻഡിനെയാണ് നമ്മൾ അപ് ട്രെൻഡ് എന്ന് വിളിച്ചത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ എത്രയാ ഇതിന്റെ പ്രൈസ്, ഞാൻ എന്റെ മാർക്കറ്റ് അല്ലെങ്കിൽ ഞാൻ വാച്ച് ചെയ്യുമ്പോൾ ആദ്യം ഈ ഭാഗം ഒന്നുമില്ല, ഇവിടെ നിന്നാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 81 റുപ്പീസ് ആയിരുന്നു, അല്ലെങ്കിൽ 82 റുപ്പീസ് ആണ് ഇവിടെ വില. ഈ ഒരു ലോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ വില ഉണ്ടാകുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് കയറി, ഇവിടെ എത്രയായി, 83 റുപ്പി ആയി. അപ്പൊ എന്താ, 82-ൽ നിന്ന് 83 ആയി. വീണ്ടും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നു. ഈ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് 83 എന്നുള്ള ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. 84, ഓക്കെ 85 ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, വീണ്ടും അത് 86-ൽ എത്തുന്നു, വീണ്ടും 87-ൽ എത്തുന്നു. അപ്പൊ നമ്മൾ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അസറ്റിന്റെ, നമ്മൾ ഏതൊരു അസറ്റാണോ വാച്ച് ചെയ്യുന്നത് ആ അസറ്റിന്റെ പ്രൈസ് കൂടി പോവാണ്, അതായത് മുകളിലേക്ക് മുകളിലേക്ക് പോവാണ്. അപ്പൊ ആ ഒരു ടൈപ്പ് ട്രെൻഡിനെ, നമ്മുടെ അസറ്റിന്റെ പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ട്രെൻഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അപ് ട്രെൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്ന് ടൈപ്പ് ട്രെൻഡാണ് മെയിൻ ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ വരുന്നത്. ഒന്ന് അപ് ട്രെൻഡ്, ഒന്ന് ഡൗൺ ട്രെൻഡ്, ഒന്ന് സൈഡ് വൈസ് ട്രെൻഡ്. അപ്പൊ ഇത്തരത്തില് അസറ്റിന്റെ പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ട്രെൻഡിനെ നമ്മൾ അപ് ട്രെൻഡ് എന്ന് വിളിച്ചു. ഓക്കെ, ദെൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് കേസാണ് ഡൗൺ ട്രെൻഡ് വരുന്നത്. നമ്മുടെ അസറ്റിന്റെ പ്രൈസിനെ താഴത്തേക്ക് താഴത്തേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു ട്രെൻഡിനെയാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് വിളിച്ചത്. ഓക്കെ, മറ്റത് മുകളിലേക്കാണെന്ന് കൊണ്ടുകൊണ്ടാകുന്നത്. ഇവിടെ നമ്മളിപ്പോ നോക്കുമ്പോൾ ആദ്യം നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ 200 രൂപയായിരുന്നു നമ്മുടെ അസറ്റിന്റെ പ്രൈസ്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കുമ്പോൾ എത്രയാ, 150 രൂപയായി. അത് കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഈ ഒരു പ്രൈസിൽ നോക്കുമ്പോൾ അത് 75 രൂപയായി. വീണ്ടും കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ 44 രൂപയായി. ഇത്തരത്തില് കണ്ടിന്യൂസ്ലി നമ്മുടെ അസറ്റിന്റെ പ്രൈസിനെ താഴത്തേക്ക് താഴത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ട്രെൻഡിനെയാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് വിളിച്ചത്. അപ്പോൾ രണ്ട് ട്രെൻഡായി, മെയിൻ ആയിട്ടുള്ള രണ്ട് ട്രെൻഡ് നമ്മൾ പറഞ്ഞു, അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്. ദെൻ മൂന്നാമത്തെ ഒരു ട്രെൻഡാണ് സൈഡ് വൈസ് ട്രെൻഡ്. ഇതാണ് സൈഡ് വൈസ് ട്രെൻഡ്. അതായത് മാർക്കറ്റിന് ഒരു ക്ലിയർ കേസ് ഓഫ് അപ് ട്രെൻഡും ഉണ്ടായിരിക്കില്ല, ഡൗൺ ട്രെൻഡും ഉണ്ടായിരിക്കില്ല. മാർക്കറ്റ് ഇത്തരത്തിലെ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ, ഒരു ചെറിയ റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത്
ഒന്ന് മുകളിലേക്ക് പോകും, വീണ്ടും താഴത്തേക്ക് വരും, വീണ്ടും മുകളിലേക്ക് പോകും, വീണ്ടും താഴത്തേക്ക് വരും, വീണ്ടും മുകളിലേക്ക് പോകും, വീണ്ടും താഴത്തേക്ക് വരും, വീണ്ടും മുകളിലേക്ക് പോകും, വീണ്ടും താഴത്തേക്ക് വരും. അപ്പൊ അങ്ങനെ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ, റേഞ്ചിങ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ സൈഡ് വൈസ് ട്രെൻഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് ട്രെൻഡാണ് നമുക്ക് എപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ കാണാൻ പറ്റുക. ഒന്നെങ്കിൽ അപ് ട്രെൻഡിലായിരിക്കും മാർക്കറ്റ്, അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡിലായിരിക്കും, അല്ലെങ്കിൽ സൈഡ് വൈസ് ട്രെൻഡിലായിരിക്കും. ഇതിന്റെ മൂന്നിന്റെയും കൂടി കോമ്പിനേഷനിലാണ് നമ്മുടെ മാർക്കറ്റ് എപ്പോഴും മേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇതിലും ഡീപ്പായിട്ട് ഇതിന്റെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഓക്കെ അല്ലേ എല്ലാവർക്കും? മൂന്ന് ടൈപ്പ് ട്രെൻഡ് ഏതൊക്കെയാണ് എന്നുള്ളത്, അതുപോലെ ടെക്നിക്കൽ അനാലിസിസ് എന്താണ്, ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ്, അത്തരം കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇനി നമുക്ക് ജസ്റ്റ് സമയം കളയാതെ തന്നെ നമ്മുടെ അടുത്ത പോർഷനിലേക്ക്, ഇന്നത്തെ മെയിൻ സ്ട്രക്ചർ, നമ്മുടെ അജണ്ടയിലേക്ക് കിടക്കാം. നമ്മുടെ മെയിൻ കാര്യം ഇന്ന് ടെക്നിക്കൽ അനാലിസിസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഓ സോറി, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസ് ആയിട്ടുള്ള കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് എന്നാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കാൻഡിൽ ഫോർമേഷനെ കുറിച്ചും കാൻഡിൽ തിയറിനെ കുറിച്ചിട്ടാണ്, കാൻഡിൽ സൈക്കോളജീസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിംഗിൾ കാൻഡിൽ പാറ്റേൺ, ഡബിൾ കാൻഡിൽ പാറ്റേൺ, ട്രിപ്പിൾ കാൻഡിൽ പാറ്റേൺ, ആ മൂന്ന് ടൈപ്പ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസും ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ, ഇന്നത്തെ സെക്ഷനിലല്ല, നമ്മൾ ഇനി വരാൻ പോകുന്ന 2-3 ക്ലാസ്സുകളായിട്ട് നോക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിന്റെ ഏറ്റവും സ്റ്റാർട്ടിങ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസിന്, ഇപ്പൊ നമ്മൾ പറഞ്ഞു ട്രേഡിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ട്, ട്രേഡിങ്ങിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് എന്നുള്ളത്. ഓക്കെ, ദെൻ എന്താണ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ? ഓക്കെ, ഇൻ ടെക്നിക്കൽ അനാലിസിസ് എ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ ഇസ് എ മൂവ്മെന്റ് ഇൻ പ്രൈസ് ഷോൺ ഗ്രാഫിക്കലി ഓൺ എ കാൻഡിൽ സ്റ്റിക് ചാർട്ട് ദാറ്റ് സം ബിലീവ് ക്യാൻ പ്രിഡിക്റ്റ് എ പെർട്ടിക്കുലർ മാർക്കറ്റ് മൂവ്മെന്റ്. എന്താണ് ടെക്നിക്കൽ അനാലിസിസിലെ കാൻഡിൽ സ്റ്റിക് പാറ്റേൺ എന്ന് പറയുന്നത്? കാൻഡിൽ സ്റ്റിക് പാറ്റേൺ എന്ന് പറയുന്നത് പ്രൈസിന്റെ മൂവ്മെന്റ്, നമ്മൾ ഏതൊരു അസറ്റ് ആണോ വാച്ച് ചെയ്യുന്നത് ആ അസറ്റിന്റെ പ്രൈസ് മൂവ്മെന്റ്സിനെ ഗ്രാഫിക്കലി ഒരു ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഇനി ഈ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് നോക്കിയിട്ടാണ് നമ്മൾ ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോവോ താഴത്തേക്ക് വരുമോ, ട്രേഡ് ഫൈൻഡ് ചെയ്യണത് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോണത്, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ പോണത് ഈ കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് വെച്ചിട്ടാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മാർക്കറ്റ് ഇത്തരത്തിലുള്ള ക്യാൻഡിൽസ് കൊണ്ടായിരിക്കും മാർക്കറ്റ്. ജാപ്പനീസ് ക്യാൻഡിൽസ് ആണിത്, ഹെയ്ക്കൻ ആഷി ക്യാൻഡിൽസ് എന്ന് പറയും ഇവരനെ. ഓക്കെ, ഓരോ ക്യാൻഡിൽസിനെയും ഹെയ്ക്കൻ ആഷി ക്യാൻഡിൽസ് എന്ന് പറയും, ജാപ്പനീസ് വേർഡ് ആണ് ആക്ച്വലി. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ക്യാൻഡിൽസ് വെച്ചിട്ടാണ് നമ്മുടെ മാർക്കറ്റ് ഫോം ആവുന്നത്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് ഫോം ആവുന്ന ഇത്തരത്തിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഇതാണ് ഒരു ക്യാൻഡിൽസിന്റെ സ്ട്രക്ചർ. നമ്മൾക്ക് അറിയാം, രണ്ട് കളർ കോമ്പിനേഷനിലാണ്, അല്ലെങ്കിൽ രണ്ട് കളർ പാറ്റേണിലാണ് നമുക്ക് ക്യാൻഡിൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പച്ച, മറ്റൊന്ന് നീല. ഓക്കെ, പച്ച കളറിലും നീല കളറിലുമാണ് നമുക്ക് ക്യാൻഡിൽസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ രണ്ട് ടൈപ്പിലാണ് ഉണ്ടായിരിക്കുക. ദെൻ ഈ പച്ച ക്യാൻഡിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബുള്ളിഷ് ക്യാൻഡിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ക്യാൻഡിൽ. ഓക്കെ, ബുള്ളിഷ് ക്യാൻഡിൽ എന്നാണ് കോമൺ ആയിട്ട് ഈ ഒരു ഗ്രീൻ കളർ ക്യാൻഡിലിനെ നമ്മൾ വിളിക്കുന്നത്. ദെൻ ഈ ക്യാൻഡിലിനെ, റെഡ് ക്യാൻഡിലിനെ ബെയറിഷ് ക്യാൻഡിൽ അഥവാ നെഗറ്റീവ് ക്യാൻഡിൽ എന്നാണ് വിളിക്കുക. ഇത്തരത്തിലുള്ള ഗ്രീൻ ക്യാൻഡിൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ അസറ്റിന്റെ പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് ഇപ്പൊ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോ മാർക്കറ്റിൽ ബയ്യേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ബയ്യേഴ്സ് ഡോമിനേറ്റ് ചെയ്യുമ്പോഴാണല്ലോ വാങ്ങാനായിട്ട് കൂടുതൽ ആൾക്കാരുള്ളപ്പോഴാണല്ലോ ഒരു സാധനത്തിന്റെ വില കൂടുന്നത് അല്ലെങ്കിൽ ഡിമാൻഡ് കൂടുന്നത്, അല്ലെ? നമ്മൾ 100 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 100 രൂപയ്ക്ക് വാങ്ങാൻ ആൾക്കാരുണ്ട്. നമ്മൾ 110 പറഞ്ഞാൽ 110 വാങ്ങാനും ആൾക്കാരുണ്ട്. 120 പറഞ്ഞു കഴിഞ്ഞാൽ 120 വാങ്ങാനും ആൾക്കാരുണ്ട്. അപ്പൊ എന്താ, നമ്മുടെ കയ്യിലുള്ള സാധനത്തിന് ഡിമാൻഡ് കൂടുതലാണ്. അപ്പോ എന്താണ്, സ്വാഭാവികമായിട്ടും അതിന്റെ പ്രൈസ് കൂടി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്തരത്തില് ഒരു അസറ്റിന്റെ പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ക്യാൻഡിൽസ് ആണ് ഈ ഗ്രീൻ ക്യാൻഡിൽസ് അഥവാ ബുള്ളിഷ് ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്
ഒരു അസറ്റിന്റെ പ്രൈസിനെ താഴത്തേക്ക് കൊണ്ടുവരുന്ന ക്യാൻഡലിനെ, അല്ലെങ്കിൽ ആ അസറ്റിന്റെ പ്രൈസിനെ താഴ്ത്തി കൊണ്ടുവരുന്ന ക്യാൻഡലിനെ പറയുന്ന പേരാണ് ബെയറിഷ് ക്യാൻഡിൽ. അപ്പോൾ ഇവിടെ എന്താണ് ഏറ്റവും കൂടുതലുള്ളത് സെല്ലേഴ്സ് ആണ്, വിൽക്കാനായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. അതുകൊണ്ടാണ് ഇതിനെ ബെയറിഷ് ക്യാൻഡിൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ഇനി അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ ക്യാൻഡിൽസിന്റെയും ഫോർമേഷൻ തിയറിയാണ്, അല്ലെങ്കിൽ ആ ഫോർമേഷൻ സൈക്കോളജിയാണ്. എങ്ങനെയാണ് നമ്മൾക്കൊരു ക്യാൻഡിൽ കണ്ടാൽ തിരിച്ചറിയണം എന്താണ് ഇവിടെ മാർക്കറ്റിൽ നമുക്ക് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കറണ്ട് സിനേറിയോ എന്താണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ക്യാൻഡിൽസിനെ ഉപയോഗിക്കുന്നത്. ഓക്കെ, ബയ്യേഴ്സ് ആണോ കൂടുതൽ, സെല്ലേഴ്സ് ആണോ കൂടുതൽ, മാർക്കറ്റ് മുകളിലേക്കാണോ പോവുക, താഴത്തേക്കാണോ പോവുക, എന്താണ് അടുത്തൊരു ആക്ഷൻ ഉണ്ടായിരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി ക്യാൻഡിൽസ് വെച്ചിട്ട് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ഓരോ ക്യാൻഡിൽസും എങ്ങനെയാണ് ഫോം ആവുന്നത്, അതിന്റെ സൈക്കോളജി എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ, മനസ്സിലാവുന്നില്ലേ പറയുന്ന കാര്യങ്ങൾ? മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവും. ഓക്കെ ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ പോസിറ്റീവ് ക്യാൻഡിൽ നിന്ന് തന്നെ, ബുള്ളിഷ് ക്യാൻഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ഇതാണ് ഒരു ബുള്ളിഷ് ക്യാൻഡലിന്റെ സ്ട്രക്ചർ. ഒരു ക്യാൻഡലിന് ബേസിക് ആയിട്ട് രണ്ട് പാർട്ടാണ് ഉണ്ടായിരിക്കുക. ഒരു റിയൽ ബോഡി, ഈ കാണുന്ന ഈ ഒരു പാർട്ടിനെയാണ് നമ്മൾ ബോഡി എന്ന് വിളിക്കുക, ഒരു ക്യാൻഡലിന്റെ ബോഡി, റിയൽ ബോഡി. ദെൻ ഈ മുകളിലും താഴെയായി കാണുന്ന ഈ ഒരു പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിക്ക്. മുകളിലുള്ള ആ ഒരു വിക്കിനെ അപ്പർ വിക്ക് എന്നും താഴെയുള്ള വിക്കിനെ ലോവർ വിക്ക് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഒരു ക്യാൻഡലിന് രണ്ട് പാർട്ടാണുള്ളത്, ഒരു റിയൽ ബോഡിയും രണ്ട് വിക്കുകളും, ഒരു അപ്പർ വിക്കും ഒരു ലോവർ വിക്കും. ദെൻ നെക്സ്റ്റ്, ഓരോ ക്യാൻഡിലും എങ്ങനെ ഫോം ആവുന്നു ആ കാര്യം കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്. ഈ ഒരു ക്യാൻഡിൽ 9 മണിക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. ഈ ഒരു പ്രൈസിൽ 100 രൂപയ്ക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. 100 രൂപയ്ക്കാണ് ഇത് ഓപ്പൺ ആയിട്ടുള്ളതെന്ന് വെക്കാം. നൂറ് രൂപയ്ക്ക് ഇവിടുന്ന് ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. ആദ്യം എന്താവണു, ഇവിടെ 100 രൂപയ്ക്ക് 9 മണിക്ക് ഓപ്പൺ ആവണു. ഇതൊരു 5 മിനിറ്റിന്റെ ക്യാൻഡിലാണ് കേട്ടോ, ഒരു 5 മിനിറ്റിന്റെ ക്യാൻഡിലാണെന്ന് വിചാരിക്കുക. 100 രൂപയ്ക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ആവണു. അവിടെ നിന്ന് ഒരു 9:02 ആകുമ്പോൾ കുറച്ച് സെല്ലേഴ്സിന്റെ ഒരു പ്രഷർ കാരണം ഇതൊന്ന് താഴത്തേക്ക് വന്നിട്ട് ഇവിടെ ഒരു 98-ലൊക്കെ ആയിട്ടൊരു ലോ ക്രിയേറ്റ് ചെയ്യണു. 98-ല് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഇവിടെ ചിലപ്പോ നമുക്ക് പറയാൻ പറ്റില്ല, ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവൽ ആയിരിക്കും, അതായത് ബയ്യേഴ്സ് എൻ്റർ ആവുന്ന സ്ഥലമാണ് എന്ന് വെക്കുക. ഇവിടെ നിന്ന് ഒരുപാട് ബയ്യേഴ്സ്, ഈ 9:02-ന് ഒരുപാട് ബയ്യേഴ്സ് ഈ ഒരു ക്യാൻഡലിലേക്ക് എൻ്റർ ആവുകയാണ്. അങ്ങനെ ഒരുപാട് ബയ്യേഴ്സ് എൻ്റർ ആവുമ്പോൾ എന്താ, സ്വാഭാവികമായിട്ടും നമ്മുടെ അസറ്റിന്റെ പ്രൈസ് കൂടും, അസറ്റിന്റെ പ്രൈസ് മുകളിലേക്ക് പോകും. അങ്ങനെ ഇത് ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു 105 വരെ നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ പോവാണ്. അതിന്റെ പ്രൈസ് ഇപ്പോൾ നമ്മൾ ഏതൊരു കറൻസി പെയർ ആണോ വാച്ച് ചെയ്യണേ അതിന്റെ പ്രൈസിനെ ഇതുവരെ 105 വരെ കൊണ്ടുപോവാണ്. അതിനുശേഷം ഒരു 9:05 ആകുമ്പോൾ കുറച്ചൊന്ന് സെല്ലേഴ്സ്, ഒരു 9:04 ആകുമ്പോൾ കുറച്ചൊന്ന് സെല്ലേഴ്സ് ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് ഇവിടെ ഒരു 103-ല് ഒന്ന് താഴ്ത്തിയിട്ട് നമ്മുടെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യിക്കുകയാണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, 100 രൂപയ്ക്ക് 9 മണിക്ക് ഓപ്പൺ ആയ ക്യാൻഡിൽ ഒരു ചെറിയ സെല്ലേഴ്സിന്റെ പ്രഷർ കാരണം 98 വരെ വരുന്നു. അതിനുശേഷം എന്താ, ബയ്യേഴ്സിന്റെ അതിശക്തമായിട്ടുള്ള ആക്ഷൻ കാരണം നേരെ മുകളിലേക്ക് പോകണു, ഇതിന്റെ പ്രൈസിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോകണു. അങ്ങനെ 105 എന്നുള്ളിടത്ത് ഇതൊരു ഹൈ ക്രിയേറ്റ് ചെയ്യണു. അതിനുശേഷം കുറച്ചൊന്ന് സെല്ലേഴ്സ് ആക്ടിവേറ്റ് ആയിട്ട് 103-ല് ക്ലോസ് ആവണു. അപ്പൊ എന്താ, 100 രൂപയ്ക്ക് ഓപ്പൺ ആയ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് 103-ലാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത പ്രൈസിനെക്കാട്ടിലും മുകളിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതെന്താ, നമ്മുടെ മാർക്കറ്റിന്റെ അല്ലെങ്കിൽ അസറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ക്യാൻഡിലാണ് ബുള്ളിഷ് ക്യാൻഡിൽ. ഇതാണ് ഒരു ക്യാൻഡിൽ ഫോർമേഷന്റെ സൈക്കോളജി. ഓക്കെ, ഇങ്ങനെയാണ് ഓരോ ക്യാൻഡിലും നമ്മൾക്ക് ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ, നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ക്യാൻഡിൽസ് വാച്ച് ചെയ്യാം. അപ്പോൾ ഓരോ ക്യാൻഡിൽസും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിൽ ബയ്യേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ആക്ടിവിറ്റിയാണ് ഓരോ ക്യാൻഡിലും കാണിച്ചു തരുന്നത് എന്നുള്ളത്. ഇത് ഓക്കെ അല്ലേ, എങ്ങനെയാണ് ഒരു ക്യാൻഡിൽ ഫോം ആവുന്നത് എന്നുള്ളത്? ആ ബ്രോ, ഓക്കെ ആണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു ക്യാൻഡിലാണ് നമ്മുടെ റെഡ് ക്യാൻഡിൽ അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ബെയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ആവുന്നത് ഇവിടെ
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 രൂപയിൽ ബെയറിഷ് ക്യാൻഡിൽ ഓപ്പൺ ആയി. ഇപ്പോൾ 9 മണിക്ക് 100 രൂപയിൽ ഓപ്പൺ ആയി എന്ന് വെക്കാം. 100 രൂപയ്ക്ക് ഓപ്പൺ ആയ ക്യാൻഡിൽ അതിനുശേഷം എന്താ ഒരു 9:02 ആകുമ്പോൾ ഇവിടെ കുറച്ച് ബയ്യേഴ്സ് ഒന്ന് ആക്റ്റീവ് ആയിട്ട് ഈ ഒരു പൊസിഷൻ വരെ ഒരു 102 വരെ ഒന്ന് പൊക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബയ്യേഴ്സ് ആക്റ്റീവ് ആയിട്ട് അവരൊന്ന് മുകളിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. 102 വരെ കൊണ്ടുപോയി എന്ന് വെക്കാം. 102 വരെ കൊണ്ടുപോയി. അതിനുശേഷം എന്താ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഒരുപാട് സെല്ലേഴ്സ് ഈ ഒരു ക്യാൻഡിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് ഈ ഒരു ടൈമിൽ എൻ്റർ ആവുകയാണ്. 9:02 ഒരുപാട് സെല്ലേഴ്സ്, ബയ്യേഴ്സിനെക്കാട്ടിലും കൂടുതൽ സെല്ലേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ആവുകയാണ്. അങ്ങനെ എൻ്റർ ആയ ഈ സമയത്ത് എന്താ ഈ മാർക്കറ്റ് നേരെ താഴത്തേക്ക് പോയി, ക്രാഷായി താഴത്തേക്ക് പോയി. ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു 95 വരെ പോവാണ്. ഒരു 95 വരെ താഴെ പോയിട്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്താ 9:05 ആകുമ്പോൾ കുറച്ചൊന്ന് ബയ്യേഴ്സ് ഒന്ന് ആക്റ്റീവ് ആയിട്ട് ഒന്ന് പൊക്കണു. ഒരു 97-ല് ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആക്കണു. 97-ല് ക്ലോസ് ആക്കണു. അപ്പൊ നോക്കിയേ, ഇപ്പുറത്ത് എന്താണ് ഉണ്ടായത്? 100 രൂപയ്ക്ക് ഓപ്പൺ ആയിട്ടുള്ള ക്യാൻഡിൽ ക്ലോസ് ചെയ്യണത് എവിടെയാണ്? 97-ലാണ്. അവിടെ എന്താ നമ്മളുടെ അസറ്റിന്റെ പ്രൈസിനെ താഴത്തേക്കാണ്, അതായത് 100 രൂപയിൽ നിന്ന് താഴത്തേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് അല്ലെ. ഇവിടെ 100 രൂപയിൽ നിന്ന് 103 രൂപയ്ക്ക് ആണ് ബയ്യേഴ്സ് ആക്റ്റീവ് ആയിട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ഇവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ട് 100 രൂപയ്ക്ക് ഓപ്പൺ ആയ പ്രൈസ് 97-ലാണ് ക്ലോസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സെല്ലേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം മാർക്കറ്റ് താഴത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സെല്ലേഴ്സ് ആണ് അവിടെ കൂടുതലായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തിനാണ് ഇത് മനസ്സിലാക്കുന്നത്? ഒരു മാർക്കറ്റിൽ ബയ്യേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ കൂടുതലുള്ളത് എന്ന് അറിയണത് നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ബയ്യേഴ്സ് കൂടുതലുള്ള ഒരു മാർക്കറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് ബൈ മാത്രമാണ്. ഓക്കെ, നമ്മൾ ആ സമയത്ത് ഒരിക്കലും സെൽ സൈഡ് ചൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ബയ്യേഴ്സ് അവിടെ കൂടുതലുണ്ട്, മാർക്കറ്റ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട ട്രേഡ് അല്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ട്രേഡ് എന്ന് പറയുന്നത് ബൈ എൻട്രി മാത്രമാണ്. അവിടെ സെൽ എൻട്രി നമ്മൾ ഒരിക്കലും എടുക്കരുത്. സെൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോസ് അടിക്കും. അതേപോലെ തന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, സെല്ലേഴ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിട്ട് റെഡ് ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്ത് വരുന്ന ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ എൻട്രി ആയിട്ട് എടുക്കേണ്ട ട്രേഡ് എന്ന് പറയുന്നത് സെൽ എൻട്രി മാത്രമാണ്. അവിടെ ബൈ എൻട്രി പിടിക്കരുത്. ബൈ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെൽ അടിക്കും, നമുക്ക് ലോസ് വരും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ മാർക്കറ്റിലേക്കുള്ള എൻട്രി എടുക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു ട്രേഡിലേക്ക് എൻട്രി എടുക്കാൻ. അതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് എൻട്രി എടുക്കാനായിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്, അല്ലെങ്കിൽ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസ്, അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ക്യാൻഡിൽസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഒരു ബേസിക് ക്യാൻഡിലിന്റെ സ്ട്രക്ചർ ആൻഡ് ഓരോ ക്യാൻഡിലിന്റെയും ഫോർമേഷൻ. നമ്മൾ മാർക്കറ്റിൽ ഏതൊരു ക്യാൻഡിൽ നോക്കിയാലും ഇത്തരത്തിലാണ് ഓരോ ക്യാൻഡിലും ഫോം ആവുക. ഈ ഒരു ഷേപ്പ് തന്നെ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമുക്ക് ഡിഫറെന്റ് ഷേപ്പിൽ മാർക്കറ്റിൽ ക്യാൻഡിൽസ് അവൈലബിൾ ആണ്. ഓരോ ഷേപ്പും നമ്മൾ ഇനി മുന്നോട്ട് പഠിക്കും. ഓക്കെ, ഏതൊക്കെയാണ് ക്യാൻഡിൽസ്, എങ്ങനെയൊക്കെയാണ് അവരുടെ ഫോർമേഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും. അപ്പോൾ ആ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ട്രേഡുകൾ എടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഓരോ ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺസും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. അതിന്റെ ഒക്കെ ഏറ്റവും ബേസ് ഓരോ ക്യാൻഡിലും എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ സെഷനിൽ പറയുന്നുള്ളൂ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക് ബാക്കി ഓരോ ടൈപ്പ് ക്യാൻഡിൽസ്, സിംഗിൾ ആൻഡ് ഡബിൾ ട്രിപ്പിൾ ക്യാൻഡിൽസ് പഠിക്കാനുണ്ട്. നമുക്ക് കുറച്ച് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ് 8 മണിക്ക് ഞാൻ ക്ലാസ് ഉദ്ദേശിച്ചതാണ്. പക്ഷെ വേറൊരു ബാച്ച് ഉള്ള കാരണമാണ് നമുക്ക് നേരം വൈകിയത്. അപ്പോൾ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ചെറിയ ചെറിയ സെഷൻസ് ആയിട്ട് എടുക്കുന്നത്. പക്ഷെ നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ ക്ലാസ്സുകളൊക്കെ സെറ്റാക്കാം. അതുപോലെ തന്നെ കൂടുതൽ ടൈം കിട്ടുന്ന ഇതിൽ നമുക്ക് കൂടുതൽ ടൈം ക്ലാസ് എടുക്കാം. പക്ഷെ സത്യം പറയാലോ, നമ്മൾ വളരെ ഡിസപ്പോയിന്റഡ് ആണ് ക്ലാസ്സിന്റെ കാര്യത്തിൽ. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ കറന്റ് ജോയിൻ ആയിട്ടുള്ളത് 2 പേരാണ്. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 8 പേരുണ്ടായിരുന്നു.
പക്ഷെ ക്ലാസ് എൻഡ് ചെയ്യുന്നവരെ രണ്ടുപേര് മാത്രമാണുള്ളത്. നമ്മുടെ കമ്മ്യൂണിറ്റീസ്, ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ രണ്ട് കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. എല്ലാത്തിലും അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള കമ്മ്യൂണിറ്റീസ് ആണ്. പക്ഷെ അവിടെ നിന്ന് വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഇതൊരു യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ, ക്ലാസ്സിന് ജോയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യം വളരെ ഡിസപ്പോയിന്റിങ് ആണ്. നമുക്ക് ഇങ്ങനെ എത്ര കണ്ട് ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഈ ഇത്രയും കുറച്ച് അറ്റൻഡൻസിൽ നമുക്ക് എത്ര കണ്ട് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. ഓക്കെ, നമ്മൾ എന്തായാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള മാക്സിമം ചെയ്യുന്നുണ്ട്. നിങ്ങളും കൂടിയും അതൊന്ന് സഹകരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിലാണ് നമ്മൾക്കും ഇതൊക്കെ, ഇതിപ്പോ ഞാൻ ജോയിൻ ചെയ്തവരോടല്ല, ഇതിന്റെ റെക്കോർഡിംഗ് കാണുന്നവരോടാണ് ഇത് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മൾ ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ 8 മണിക്ക് ശേഷമാണ് എല്ലാ ക്ലാസ്സുകളും വെക്കുള്ളൂ. സ്റ്റുഡൻസ്, എല്ലാ വർക്ക് ചെയ്യുന്നവർ, അവരൊക്കെ ഒന്നെത്തി ഫ്രീ ആവുന്ന ടൈമിൽ ഒരു ഹാഫ് നമ്മളധികം നിങ്ങളതിനെ ബോറടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ സെഷൻസിന്റെ ഒന്നും അത്ര ലോങ് ആക്കാത്തത്. ഹാഫ് നമ്മൾ തീർക്കാനൊക്കെ ഉദ്ദേശിക്കുന്നത്. ഹാഫ് ആണ് ക്ലാസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് ലൈവ് ആയിട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇന്ററാക്ഷനിലൊക്കെ പോകുമ്പോഴാണ് നമുക്കൊരു രസം ഉണ്ടാവുള്ളൂ ക്ലാസ് എടുക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷനുള്ളൂ. എല്ലാവർക്കും ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ആൻഡ് എല്ലാവരും ഈ റെക്കോർഡിംഗ് കാണുന്നവര് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലോ ചോദിക്കാം. ജോയിൻ ചെയ്തവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മീറ്റ് എൻഡ് ചെയ്യാം.